ഹലോ. ഇന്ന് ഞാൻ നമ്മുടെ കുവൈറ്റിൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം വരെ പോവുകയാണ്. അവിടെ ഇന്ന് എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് ഈജിപ്തിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവൾക്കൊരു മൊബൈൽ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ശരി, കാണാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ് ഒന്നിച്ച് പോകുന്നത്. രാവിലെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ അടുത്തൊരു ഷോപ്പിൽ കയറി കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു. കാറിലിരുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. എനിക്കറിയത്തില്ല, നമുക്ക് ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലൊരു ഹാപ്പിനെസ് ആയിരുന്നു ആ ഒരു പ്ലേസ്. പിന്നെ ഞങ്ങൾ ചെന്നു, കണ്ടു, ആ മോളെ കണ്ടു. വീഡിയോസൊന്നും എടുത്തില്ല, ഫോട്ടോസൊന്നും എടുത്തില്ല, ആ കുട്ടിയുടെ ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ സാധനം കൊടുത്തു ഞങ്ങൾ തിരികെ പോന്നു. വളരെ ഒരു നൈസ് ജേർണി ആയിരുന്നു. സാധാരണ എനിക്ക് ലോങ് ജേർണി ഒന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ യാത്രയുടെ നമുക്ക് കാണാം കുറേ കൊടികളൊക്കെ. ഇപ്പോൾ ഇവിടെ ഫെബ്രുവരി ആകുമ്പം റംദാൻ്റെ മുന്നോടിയായിട്ട് ഹല ഫെബ്രുവരിയാണ്. അതാണ് ഇത്രയും കൊടികൾ ആ വഴിയിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹലോ, പോയിട്ട് തിരികെ വന്നു. സാധനം കൊടുത്ത് വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ കുട്ടിയുടെ ഫോട്ടോയൊന്നും ഞാൻ എടുത്തില്ല, കാരണം നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ആ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ 2012, 13, 14 അവിടെ ഞാൻ ജോലി ചെയ്താണ് ആ ഏരിയ. അതുകൊണ്ട് എന്തോ എനിക്കൊരു ഹോംലി അപ്പിയറൻസ് ആണ് അവിടെ ഫീൽ ചെയ്തത്, ഒരു ആംബിയൻസ്. അങ്ങനെ ഒരു ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെ മോളുടെ ഫോണ് കൊടുത്തു. മോൾക്കൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വാച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് അവളെ സാധനം കിട്ടും ഇന്ന്. അപ്പം കൊണ്ടുപോയി ആ മോൾക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കും താങ്ക്സ്. അപ്പം കാണാം. ശരി. ഇതാണ് വാച്ചും മുട്ടായും, അവളുടെ ഗിഫ്റ്റാണ്. കൂട്ടുകാരി ഗിഫ്റ്റ് കൊടുത്ത പുള്ളിക്കാരി നോക്കുവാണ്. ഞാനൊരു ഗിഫ്റ്റും കൊടുത്തിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ ഗിഫ്റ്റ് കിട്ടി, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അമ്മേനോട് പറഞ്ഞില്ല. ഞാൻ അമ്മയോട് പറയുന്നത് എനിക്ക് ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ. അമ്മയെ വിളിച്ചിട്ട് പറയാം. ഹാൻഡ് റൈറ്റിംഗ്